അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 21 ചൊവ്വാഴ്ച. ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ പാകിസ്ഥാനികളാണെന്ന് പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തെ ജനങ്ങളെ അപമാനിച്ചെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമിയെന്നതിൽ അഭിമാനം കൊള്ളുന്ന അമിത്ഷാ അഹങ്കാരിയായി തീർന്നെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ താങ്കൾ പ്രധാനമന്ത്രിയാവില്ലെന്നും ജൂൺ 4 ജനങ്ങൾ BJP സർക്കാരിനെയല്ല തെരഞ്ഞെടുക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സർവകലാശാല സെനറ്റിലേക്ക് സ്വന്തം നിലയിൽ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ഹർജിക്കാരുടെ ഭാഗം കൂടി കേട്ട് പുതിയ നാമനിർദ്ദേശങ്ങൾ വഴി നിയമനം നടത്താനും 6 ആഴ്ചയ്ക്കുള്ളിൽ നാമനിർദ്ദേശം നടത്താനും ചാൻസലർ കൂടിയായ ഗവർണർക്ക് കോടതി നിർദ്ദേശം നൽകി. സ്വന്തം നിലയിൽ നോമിനേറ്റ് ചെയ്യാൻ അവകാശമുണ്ടെന്നായിരുന്നു ഗവർണറുടെ വാദം. സർക്കാർ നോമിനേറ്റ് ചെയ്ത 2 പേരുടെ നിയമനം ഹൈക്കോടതി ശരിവച്ചു. സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്ന അവയവക്കടത്ത് കേസിന് രാജ്യാന്തര മാനങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തേക്കും. ഇതിനിടെ വിശദമായ അന്വേഷണത്തിനായി എറണാകുളം റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. പ്രതി സാബിത് നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ അന്വേഷണ സംഘം ഇന്ന് പൂർത്തിയാക്കും. തുടർന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. EP ജയരാജൻ വധശ്രമക്കേസിൽ K സുധാകരൻ കുറ്റവിമുക്തൻ. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന K സുധാകരന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചു. സുധാകരനെ പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഉത്തരവിറക്കി. കേസിൽ 1ഉം 2ഉം പ്രതികളായ പേട്ട ദിനേശൻ, വിക്രം ചാലിൽ ശശി എന്നിവരെ ആദ്യം ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. കേസ് വിജയിച്ചതിൽ സന്തോഷമെന്നും ഗുണ്ടാ നേതാവ് എന്ന കിരീടം തലയിൽ നിന്ന് പോയെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. EP ജയരാജൻ വധശ്രമക്കേസിൽ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലയ്ക്ക് മുകളിൽ എന്നും വാളായിരുന്നു, അത് മുറിച്ചുമാറ്റി. തന്നെ എന്നും വേട്ടയാടാൻ ഉപയോഗിച്ച കേസാണ് അവസാനിച്ചത്. വെടിയുണ്ട ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് കാട്ടാൻ വെല്ലുവിളിച്ചുവെന്നും അലിഞ്ഞുപോയി എന്നാണ് EP പറഞ്ഞതെന്നും ഇത് തരിയുണ്ട അല്ലല്ലോ വെടിയുണ്ട അല്ലേ എന്നും സുധാകരൻ പരിഹസിച്ചു. തന്നെ വധിക്കാൻ ശ്രമിച്ച കേസിൽ K സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ നിയമ നടപടികൾ തുടരുമെന്ന് EP ജയരാജൻ. സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. അപ്പീൽ നൽകാൻ സർക്കാരിനോടും ആവശ്യപ്പെടും. ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല. തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. EP ജയരാജൻ വധശ്രമക്കേസിൽ K സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധി സ്വാഗതാർഹമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. K സുധാകരനെ പ്രതിയാക്കിയത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ്. കോൺഗ്രസ് നിലപാട് ശരിവയ്ക്കുന്നതാണ് ഹൈക്കോടതി വിധി. കോൺഗ്രസ് നേതാക്കളെ പ്രതികളാക്കാനുള്ള CPMന്റെ ഗൂഢാലോചന ആയിരുന്നു കേസിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. പെരിയാറിൽ കൊച്ചി എടയാർ വ്യവസായ മേഖലയിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങി. മത്സ്യകൃഷി ഉൾപ്പെടെ നടത്തിയ കർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണുണ്ടായിരിക്കുന്നത്. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ചത്ത മത്സ്യങ്ങളെ കൂട്ടത്തോടെ കണ്ടത്. ശക്തമായ മഴയ്ക്കിടെ വ്യവസായശാലകളിൽ നിന്ന് പുഴയിലേക്ക് രാസമാലിന്യങ്ങൾ ഒഴുക്കിയതിനെ തുടർന്നാണ് മത്സ്യങ്ങൾ ചത്തതെന്നാണ് പ്രാഥമിക നിഗമനം. ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. കഴക്കൂട്ടം സ്വദേശി പവിത്രയുടെ കുടുംബം നൽകിയ പരാതിയിൽ തിരുവനന്തപുരം തൈക്കാട് സർക്കാർ ആശുപത്രിക്കെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു.
കുഞ്ഞിനെ അനക്കമില്ലെന്ന് പറഞ്ഞ് അർദ്ധരാത്രി ചികിത്സ തേടിയെത്തിയ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചെന്നാണ് പരാതി. അടുത്ത മാസം ട്രയൽ റൺ തുടങ്ങാനിരിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണ കമ്പനിക്ക് പണം അനുവദിക്കാൻ ഹഡ്കോ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിച്ച് സർക്കാർ. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എന്നാൽ സർക്കാരിന്റെ കടമെടുപ്പ് പരിധിയിൽ കമ്പനി എടുക്കുന്ന വായ്പാ തുകയും പ്രതിഫലിക്കും. എത്ര തുക വായ്പ എടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിദേശയാത്ര സ്വന്തം ചെലവിലെന്ന് സർക്കാർ. യാത്രയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയിട്ടില്ല. സ്വകാര്യ സന്ദർശനമായതിനാൽ സർക്കാർ ഉദ്യോഗസ്ഥരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ കൂടെ ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരാവകാശം വഴി നൽകിയ മറുപടി. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭ പരമാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലിത്തയുടെ സംസ്കാരം പൂർത്തിയായി. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം പൂർത്തിയായത്. ഇന്ന് രാവിലെ 9 മണിവരെയായിരുന്നു തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്തെ പൊതുദർശനം. സംസ്ഥാനത്തെ 3 ജില്ലകളിലെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ റെഡ് അലർട്ടാണ് പിൻവലിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് അടച്ച തൃശൂരിലെ അതിരപ്പിള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നു. അമേരിക്കയിലെ ജോർജിയയിൽ അമിത വേഗത്തിലെത്തിയ കാർ മരത്തിലിടിച്ച് തലകീഴായി മറിഞ്ഞ് 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അൽഫാരറ്റ സ്കൂളിലും ജോർജിയ സർവകലാശാലയിലും പഠിച്ചിരുന്ന 5 വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. ബീഹാറിലെ സരണിൽ 5ാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിൽ ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇന്നലെ ഇവിടെ BJP RJD പ്രവർത്തകർ തമ്മിലാരംഭിച്ച വാക്കുതർക്കമാണ് ഇന്ന് വെടിവെപ്പിലേക്കെത്തിയത്. സംഘർഷത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. രാമേശ്വരം കഫേ സ്ഫോടനക്കേസിൽ കോയമ്പത്തൂരിൽ NIA റെയ്ഡ്. കോയമ്പത്തൂരിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജാഫർ ഇക്ബാൽ, നൈൻ സാദിഖ് എന്നീ 2 ഡോക്ടർമാരുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. സ്ഫോടനക്കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലായി 11 ഇടങ്ങളിലാണ് NIA റെയ്ഡ് നടത്തിയത്. താൻ രാഷ്ട്രീയ സ്വയംസേവക് സംഘ് അംഗമായിരുന്നുവെന്ന് വെളിപ്പെടുത്തി കൽക്കട്ട ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച ജസ്റ്റിസ് ചിത്താരഞ്ജൻ ദാസിന്റെ വെളിപ്പെടുത്തൽ. യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിക്കവെയാണ് ജഡ്ജിയുടെ വെളിപ്പെടുത്തൽ. താൻ ഏതു സമയവും സംഘടനയിലേക്ക് തിരിച്ചുപോകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങാതിരുന്നു, വോട്ട് ചെയ്തില്ല എന്നീ കാരണങ്ങളാൽ മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായ ജയന്ത് സിൻഹയ്ക്ക് BJPയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. പരാതിയിന്മേൽ BJP സംസ്ഥാന നേതൃത്വത്തിന് 2 ദിവസത്തിനകം ജയന്ത് സിൻഹ മറുപടി നൽകണം. ലൈംഗികാരോപണ കേസിലെ അന്വേഷണത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങിവന്ന് സഹകരിക്കണമെന്ന് പ്രജ്വൽ രേവണ്ണയോട് കുമാരസ്വാമി ആവശ്യപ്പെട്ടു. കുടുംബത്തിന്റെ മാനം രക്ഷിക്കൂ എന്നും IST അന്വേഷണവുമായി സഹകരിക്കൂ എന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് ഭയപ്പെടണമെന്നും കുമാരസ്വാമി പറഞ്ഞു. നേരത്തെ പ്രജ്വൽ മാത്രമല്ല കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കണമെന്നും HD ദേവഗൌഡയും ആവശ്യപ്പെട്ടിരുന്നു. ഭഗവാൻ ജഗന്നാഥൻ മോദിയുടെ ഭക്തനായിരുന്നുവെന്ന് BJP നേതാവും പുരി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ സംബിത് പത്ര മോദി പങ്കെടുത്ത റോഡ് ഷോയ്ക്ക് പിന്നാലെ നടത്തിയ പ്രസ്താവനയിലാണ് ഈ നാവുപിഴ. നാവുപിഴ രൂക്ഷ വിമർശനത്തിന് കാരണമാക്കിയതിന് പിന്നാലെ സംബിത് പത്ര ക്ഷമാപണം നടത്തുകയും പരിഹാരമായി ത്രിദിന ഉപവാസത്തിലാണെന്നും വിശദമാക്കി. ആം ആദ്മി പാർട്ടി നേതാക്കൾക്കും ഡൽഹി മന്ത്രിമാർക്കുമെതിരെ ആരോപണങ്ങളുമായി സ്വാതി മലിവാൾ. കാറിന്റെ നമ്പറടക്കം വ്യക്തിപരമായ വിവരങ്ങൾ പരസ്യമാക്കി AAP നേതാക്കൾ തന്റെ ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുന്നു എന്നാണ് സ്വാതിയുടെ ആരോപണം. ഇബ്രാഹിം റൈസിയുടെ മരണം ആഘോഷിച്ച് ജർമ്മനിയിലെ ഇറാനിയൻ പ്രതിപക്ഷാംഗങ്ങൾ. ബെർലിനിലെ ഇറാനിയൻ എംബസിക്ക് മുന്നിൽ നാഷണൽ കൌൺസിൽ ഓഫ് റെസിസ്റ്റൻസ് അംഗങ്ങളാണ് ആഘോഷവുമായി ഒത്തുകൂടിയത്. രക്തത്തിന്റെ നീതിപതി എന്നെഴുതിയ പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു പ്രകടനം.
16 വയസ്സ് പിന്നിടുന്നതുവരെ കുട്ടികൾക്ക് സമൂഹമാധ്യമങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പ്രത്യാഘാതം ഗുരുതരമാണെന്ന നിരീക്ഷണത്തോടെയാണ് പ്രതികരണം. അധിക സമയമുള്ള സമൂഹമാധ്യമങ്ങളിലെ ഇടപെടലുകൾ മാനസികാരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്നും ആന്റണി ആൽബനീസ് വിശദമാക്കി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.